സിപിഎമ്മിനും ബിജെപിക്കും മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിപിഎം അധികം കളിക്കേണ്ട, അധികം വൈകാതെ കേരളം ഞെട്ടുന്ന വാർത്തകൾ പുറത്തുവരും. ബിജെപി മാർച്ചിന് ഉപയോഗിച്ച കാളയെ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടിവരുമെന്നും സതീശൻ പറഞ്ഞു. ബോംബുകൾ വീഴുന്നതും ഇനി വീഴാൻ പോകുന്നതും കോൺഗ്രസിലാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. സതീശന്റെ വാക്കുകളോട് സിപിഎമ്മിന് ഭയമില്ലെന്നും എം പി ഗോവിന്ദൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അത് വരുന്നുണ്ട് ഇതുമായിട്ട്. അല്ല, നോക്കൂ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. പിന്നെ ബിജെപിക്കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാം. ഇന്ന് ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി അല്ലേ? ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബിജെപി. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും. കാര്യം ഞാനിപ്പോ പറയുന്നില്ല. ഒരു ബോംബും വീഴാനില്ല. ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും UDF കോൺഗ്രസിലും ഒക്കെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. ഇവരെല്ലാം ശക്തിയായിട്ട് 24 മണിക്കൂർ മുമ്പ് പറഞ്ഞത് രാജിവെക്കുന്നതാണ്, രാജിവെപ്പിക്കുന്നതാണ്. പക്ഷേ രാജിവെപ്പിക്കാൻ കൂട്ടാകുന്നില്ല. കാരണം രാഹുൽ മാക്കൂട്ടം അതിശക്തിയായ രീതിയിൽ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കാരണം ഇനി രാജി ഞാൻ വെക്കുകയാണെങ്കിൽ പല ആളുകളെയും മുഴുവൻ കഥയും പുറത്ത് പറയേണ്ടി വരുമെന്ന ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ രാജി അവസാനിപ്പിച്ചത്. രാജി വേണ്ട തീരുമാനിച്ചു. വിവരങ്ങളുമായി KR സാജു സൈസൈലാബ്ദീൻ ചേരുന്നുണ്ട്. KR സാജുവിലേക്ക് ആദ്യം. സാജു, ബിജെപിക്ക് ഭീഷണിയുണ്ട്, ഒപ്പം തന്നെ സിപിഎമ്മിന്റെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. ഇന്ന് എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തോട് സംസാരിക്കുന്ന ശരീരഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. സിപിഎം അധികം പേടിപ്പിക്കേണ്ട, വരാനിരിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ പൊട്ടി വീഴാൻ പോകുകയാണ്, അധികം കാത്തു നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ, അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഒക്കെ ഒരു എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന പ്രതീതി അദ്ദേഹം ജനിപ്പിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ സിപിഎം ഏറെ ശ്രമിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് വന്നതോടുകൂടി കോൺഗ്രസിനെതിരായ പ്രചാരണ പരിപാടികൾ കൂടുതൽ ശക്തമാക്കുന്നതിലേക്ക് സിപിഎം പോവുകയാണ്. അവിടെയാണ് സിപിഎമ്മിനോട് ചില വാക്പോരിന് പ്രതിപക്ഷ നേതാവ് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി പോകുന്നത്. കേരളം ഞെട്ടുന്ന വാർത്തയുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണി. അത് സിപിഎം അധികം കാത്തു നിൽക്കേണ്ടി വരില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബിജെപിക്കും ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതിലൊരു വൈകാരികതയുണ്ട് എന്ന് തോന്നുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ കന്റോൺമെന്റ് ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് കാളയുമായിട്ടാണ് യുവമോർച്ചക്കാർ മാർച്ച് നടത്തിയത്. ആ വൈകാരികതയ്ക്കുള്ള മറുപടി കൂടിയാണ്. ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും നിങ്ങൾക്ക് എന്ന് പറയുകയാണ്. ആ പാലക്കാടുമായി ബന്ധപ്പെട്ട് എന്തോ ഒന്ന് ബിജെപിയിലേതും പുറത്തു വരാനുണ്ട് എന്ന ഭീഷണിയുടെ സ്വരത്തിൽ, ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്. സന്ദീപ് വാര്യരുടേതായി വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇതിനോട് ചേർത്ത് വെക്കുക. ഒരു കോർ കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാണ് സന്ദീപ് അതിൽ പറയുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഏതൊക്കെയോ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. സാധാരണ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലാണ്. പക്ഷേ അതിനെ ഒരു ആത്മവിശ്വാസമായി കാണണോ ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് സാജു. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ദിവസം വന്നിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഒന്നുപോലും ഇല്ലാതായിട്ടില്ല. അതെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. ആ ട്രോമയിൽ കഴിയുന്ന പെൺകുട്ടികളും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സമയത്ത് ഇത്ര പ്രതിസന്ധിയിൽ പാർട്ടി കോൺഗ്രസ് ആയിരുന്ന സമയത്ത് ഈ പറയുന്ന കേരളം ഞെട്ടുന്ന കാര്യം അന്വേഷിച്ചാണോ കോൺഗ്രസ് പോയത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. മാത്രവുമല്ല, ഇതിനെ ഇത്രയധികം രാഷ്ട്രീയമായിട്ട് സ്വാഭാവികമായിട്ടും ഇതിന് വലിയ രീതിയിൽ കോൺഗ്രസ് ഇനിയും അതെടുത്ത് തിരിച്ചും പ്രയോഗിക്കും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അതിനെ ആത്മവിശ്വാസമായിട്ടാണോ കാണേണ്ടത്? നിലവിലെ പ്രതിസന്ധി മറികടക്കുക എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നീങ്ങുന്നത് പോലെ തോന്നുന്നില്ലേ?
നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വെല്ലുവിളി കോൺഗ്രസിന് നടത്തേണ്ടതുണ്ട് രാഷ്ട്രീയമായി എന്ന് തോന്നുന്നില്ല. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ആ ആരോപണം ഉയർന്ന് 24 മണിക്കൂറിനുള്ളിൽ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് കോൺഗ്രസ്. ഒപ്പം തന്നെ അവിടം കൊണ്ട് അവസാനിക്കുമെന്ന് എല്ലാവരും കരുതിയെടുത്തു നിന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ വന്നിട്ട് പറയുന്നു അതൊന്നാം ഘട്ട നടപടിയായിരുന്നു, ബാക്കി നടപടി വരുന്നുണ്ട്, അത് പാർട്ടി പരിശോധിച്ച് നടപ്പാക്കും എന്ന് പറയുന്നു. അതോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജിയിലേക്ക് ലക്ഷ്യം വെക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരികയും പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോവുകയും വനിതാ നേതാക്കളടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ CPM ആദ്യഘട്ടത്തിൽ പോലും രാജിവെക്കണമോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന നിലപാടായിരുന്നു CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത്. ആ ഘട്ടത്തിൽ നിന്നും അതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടവിലെ അത് സാങ്കേതികമായി നോക്കിക്കഴിഞ്ഞാൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്തുപോയി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എത്തിച്ച പ്രതിപക്ഷ നേതാവിന് അത് മാതൃകയാണ്, അത് മറ്റാരും കാണിക്കാത്ത മാതൃകയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് CPMഉം BJP നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങളെ ആകെ മറികടക്കാനും പ്രതിരോധിക്കാനും കഴിയുമായിരുന്നു. അത് ചെയ്യുന്നതിനൊപ്പം തന്നെയാണ് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിന്നീട് നടത്തുന്ന പല വിഷയങ്ങളിലുള്ള പ്രഖ്യാപനത്തെയും ഇതുപോലെ അതൊരു നടക്കാത്ത കാര്യമാണെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെ ആളുകൾ കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ വേണമെങ്കിൽ തന്റെ ക്രെഡിബിലിറ്റിയെ പോലും ബാധിക്കാമെന്ന് ഉറപ്പുണ്ടായിട്ടും അത്തരം ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന് എന്തൊക്കെയോ വിവരങ്ങൾ ലഭിച്ചു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും ധന്യ പറഞ്ഞതുപോലെ ഇത് തടയുകയും ചെയ്യും. കോൺഗ്രസ് എന്താണ് കയ്യിൽ വെച്ചിരിക്കുന്നത്, കോൺഗ്രസിന്റെ കൈവശം എന്താണ് ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്.